ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് പോയി 1 വർഷം പോയി എന്നല്ലേ? കാരണം അത്രയ്ക്ക് വലിയ ബെസ്റ്റ് കണിയാണല്ലോ. എൻ്റെ കാര്യവും അതൊക്കെ തന്നെയായിരുന്നു. രാവിലെ എല്ലാവരെയും പോലെ തന്നെ എഴുന്നേറ്റ ഉടനെ ഫോൺ നോക്കുന്നത് ഒരു പതിവാണ്. അങ്ങനെ ഫോൺ നോക്കിയപ്പോൾ ആദ്യ ഫോണിലേക്ക് വന്ന വീഡിയോ ദേ ഈ കണി കാണിക്കലായിരുന്നു. എന്ത് ചെയ്യാനാ, എൻ്റെ 1 വർഷം പോയി. അങ്ങനെ ഞാൻ എന്തായാലും കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇവരുടെ പ്രൊഫൈൽ ഒന്ന് ഞാൻ ചെക്ക് ചെയ്ത്, എൻ്റെ പൊന്നു മക്കളെ, ഈ കണി കാണിക്കൽ തന്നെ ഉള്ളൂ. ഏറ്റവും ബഹുരസം ഇതിനകത്ത് വരുന്ന കമൻസുകളാണ്. ഓ, നിങ്ങൾക്കിടാൻ പറ്റുന്ന അണ്ടർവെയർ എവിടുന്ന് കിട്ടുന്നാണ് ഒരുത്തൻ്റെ ആശങ്ക. അങ്ങനെ പല രീതിയിലുള്ള കമൻസുകളാണ്. എൻ്റെ പൊന്നു, ഇത്രയൊക്കെ കമൻസ് വന്നിട്ടും ഇവർക്കൊന്നും യാതൊരു മാറ്റവും ഇല്ല കേട്ടോ. അപ്പോൾ ഒരുപാട് നാളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാരുടെ വിളയാട്ടം നടക്കുകയാണ്. ഇവർ മാത്രമല്ല കേട്ടോ, ഞാൻ പറയേണ്ട ആവശ്യമേ ഇല്ല. ഇത് തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിലാണേലും ഫേസ്ബുക്കിലാണേലും യൂട്യൂബിലാണേലും നടക്കുന്നത്. ഇനി നമ്മളൊരു വീഡിയോസ് ഇടുമ്പോൾ എന്തെങ്കിലും ഒരു ടൈറ്റിലോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് മാറിപ്പോയാൽ അല്ലെങ്കിൽ കുറച്ച് കടുത്ത് പോയാൽ ഉടനെ യൂട്യൂബ് പറയും പറ്റൂല, ഒരിക്കലും പറ്റൂല, അത് നിങ്ങളുടെ വീഡിയോയിൽ കാണിക്കാൻ പറ്റൂല, അടിച്ചു തന്നിരിക്കുകയാണ്. പിന്നെ എന്ത് ചെയ്യും? വീണ്ടും നമ്മളത് കട്ട് ചെയ്ത് കളയും. ഈ വക പേക്കൂത്തുകളൊന്നും ഈ മെറ്റയും യൂട്യൂബും ഒന്നും കാണുന്നില്ലേന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇമ്മാതിരി വൾഗറായിട്ടുള്ള ഐറ്റംസ് ഇട്ടിട്ട് പോലും യൂട്യൂബിന് ഒരു പ്രശ്നമില്ല, മെറ്റയ്ക്ക് ഒരു പ്രശ്നമില്ല. നമ്മുടെ വീഡിയോസിനകത്ത് എന്തെങ്കിലും ഒന്ന് കാണിച്ചാൽ ഉടനെ വരും മെസ്സേജ്, ബ്ലർ ചെയ്ത് കാണിക്ക്, 18 വയസ്സ് ഉള്ള കുഞ്ഞുങ്ങൾ വരെ വീഡിയോസ് കാണുന്നതായെന്ന്. അപ്പോൾ ഇവർക്ക് ഒരു പ്രശ്നവും മെറ്റയുടെ ഭാഗത്തുനിന്നുമില്ല, നമ്മുടെ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്നുമില്ല. ഇനിയിപ്പോൾ യൂട്യൂബ് അമ്മാവൻ ഇത് കണ്ട് ആസ്വദിക്കുന്നുണ്ടോ എന്തോ എൻ്റെ ഒരു സംശയമാണ്. അല്ലെങ്കിൽ പിന്നെ അവരിട്ട പ്രശ്നമൊന്നുമില്ല, റിയാക്ട് ചെയ്യുന്ന നമുക്കാണ് പ്രശ്നം. എന്തായാലും യൂട്യൂബ് അമ്മാവിന് നമ്മുടെ മെറ്റ് മാമന് ബോധിച്ച വീഡിയോസുകളായിരിക്കും, അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് ഈ വീഡിയോ കാണുന്നവർ വന്ന് കമൻസ് ഇടും, നിങ്ങൾ എന്തിനാ ഇതൊക്കെ കാണാൻ പോകുന്ന, ബ്ലോക്ക് ചെയ്താൽ പോരെ. എൻ്റെ പൊന്നു മക്കളെ, അങ്ങനെ ബ്ലോക്ക് ചെയ്യാനാണെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാമിലെ ഒരു 100-ൽ 80% ഐഡികളും ബ്ലോക്ക് ചെയ്യണം. കാരണം എന്താ, വരുന്നത് മൊത്തം ഇത് തന്നെയാണ്. ഈ റീച്ച് കൂടുതൽ നിങ്ങൾ കൊടുക്കുന്നത് ഈ വക കണ്ടന്റിനാണ്. ഞങ്ങൾ എന്തുകൊണ്ട് ഇതിനെ പ്രതികരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ രാവിലെ നമ്മൾ ഫോൺ ഓൺ ആക്കുമ്പോൾ തന്നെ വരുന്നത് ഈ വക വൃത്തികെട്ട വീഡിയോസുകളാണ്. ഇതുപോലെ പിന്നാമ്പുറം കാണിക്കുന്നതും മുന്നാമ്പുറം കാണിക്കുന്നതും ഒക്കെ. ഇനി വേറൊരു ഐറ്റം ഉണ്ട്, കാണാനേ പറ്റൂല. ഞാൻ ആലോചിക്കുന്ന, ഇവർക്ക് തൊലിക്കട്ടി എന്ന് പറയുന്നൊരു സംഭവം ഇല്ലേ, ഈ പുറത്തോട്ട് ഇവർ ഇറങ്ങി നടക്കണ്ടേ ഇവർക്ക്. പക്ഷേ ഇവർ പുറത്തിറങ്ങി നടക്കുന്നത് എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിലാണ്. ഭയങ്കര അഭിമാനിയായിട്ട് നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് നല്ലതുപോലെയാണ് ഇവർ പുറത്തോട്ട് ഇറങ്ങി നടക്കുന്നത്. പക്ഷേ ഇവരുടെ അല്ലാത്ത റീൽസിനകത്തോട്ട് കയറി കണ്ട ഞാൻ ആലോചിക്കുന്നത്, ഈ പബ്ലിക് വീഡിയോയിൽ, ഇതൊക്കെ പബ്ലിക്കാണ് കേട്ടോ, പബ്ലിക് വീഡിയോയിൽ ഇങ്ങനെ ആകുമ്പോൾ ഈ സബിൽ ഇവരെന്തായിരിക്കും കാണിക്കുന്നത്? കാരണം പബ്ലിക്ക് തന്നെ ഇമ്മാതിരി തുണിയാണെന്നുണ്ടെങ്കിൽ 100-ൽ ഒരു 80% പോലും ഇല്ല, പിന്നെ ഉള്ളത് ആകെ 20%. അപ്പോൾ പിന്നെ ഈ സബിൽ ഒട്ടും ഉണ്ടാവില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കുക്കിംഗ് വീഡിയോ ഇട്ട്, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ ഇട്ട്, അല്ലെങ്കിൽ അവർ ട്രാവൽ ചെയ്യുന്നിട്ട് പ്രത്യേകിച്ച് വ്യൂ ഒന്നുമില്ല. അപ്പോൾ അവർക്ക് വ്യൂ കിട്ടുന്നത് ഏതാ? ഇമ്മാതിരിയുള്ള വീഡിയോസിന് നല്ല വ്യൂസാണ് ഇവർക്ക് കിട്ടുന്നത്. അപ്പോൾ അവരതിലേക്ക് വരും. ഈ റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും ഡോളറിന് വേണ്ടിയിട്ടാണെങ്കിലും ഇനി എന്ത് കുന്തത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഇങ്ങനെ ശരീരം പ്രദർശിപ്പിച്ചിട്ട് കിട്ടുന്ന ഒരു റീച്ചും ഒരു ഡോളറും നിലനിൽക്കില്ല. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ ശരീരം പ്രദർശിപ്പിക്കുന്ന നിന്നെയൊക്കെ കാട്ടിലും അന്തസ്സുണ്ട് ഈ തെരുവിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക്.
അപ്പം നിൻ്റെയൊക്കെ വീട്ടുകാരുടെ മനസ്സാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇപ്പം നമ്മൾ തന്നെയും നമ്മുടെ ഫോൺ ഓണാക്കുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് വരുന്നത് ഇമാതിരിയുള്ള റീൽസും കാര്യങ്ങളും ഒക്കെയാണ്. ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും എടുത്ത് കാണിക്കുന്ന ഡ്രസ്സിങ് രീതി, അതുപോലെ തന്നെ പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് മോശമായിട്ടാണ് റീൽസിലൊക്കെ ഇവളുമാർ കാണിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കുട്ടികളും കാണുന്നത്. ഇപ്പോൾ കുട്ടികൾ ഇത് കാണരുതെന്ന് പറയാൻ നമ്മളിപ്പം അവരെ നോക്കിയിരിക്കുകയല്ല. അവരുടെ കയ്യിൽ ഇന്നിപ്പോൾ ചെറിയ കുട്ടികളുടെ കയ്യിൽ വരെ ഫോണുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള റീൽസുകൾ സെർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങ് വരികയാണ്. സെർച്ച് ചെയ്യാതെ തന്നെ ഈ വക റീൽസുകളാണ് ഇവർക്ക് വരുന്നത്. അപ്പോൾ കുട്ടികൾ ഒന്ന് കണ്ടു കഴിയുമ്പോൾ പിന്നെയും ഇത് വരും. അപ്പം നമ്മുടെ കുഞ്ഞു തലമുറകൾ വഴി തെറ്റാനായിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. സോഷ്യൽ മീഡിയയിലെ ഈ അഴിഞ്ഞാട്ടക്കാരികൾ തന്നെ മതി. മിക്ക ആൾക്കാർക്കും വലിയ പൊസിഷനൊക്കെയാണ്, നല്ല വിദ്യാഭ്യാസവും ഒക്കെയുള്ള ആൾക്കാരാണ് ഒട്ടും വിവരമില്ലാത്തവരെ പോലെ ഈ ശരീരം ഇങ്ങനെ തുറന്ന് കാണിച്ച് റീച്ച് കൂട്ടുന്നത്. അപ്പം നമ്മളോട് പറയും നമ്മൾ എന്തിനാ ഇതൊക്കെ കാണുന്നത്, പക്ഷെ നമ്മുടെ ഫോണിലേക്ക് വരികയല്ലേ. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിന്ന് പ്രതികരിച്ച് പോകും. അത് നമ്മൾ കുലസ്ത്രീ ആയതുകൊണ്ടൊന്നും അല്ല കേട്ടോ. ഈ മോഡേൺ ഡ്രസ്സുകൾ നമുക്കും ഇഷ്ടം തന്നെയാണ്, ഇടാറുമുണ്ട്. ഇപ്പോൾ ഏത് വക ഡ്രസ്സാണെങ്കിലും അത് ധരിക്കുന്നത് അവരവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഒന്നും ശരീരം പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങളാരും ഡ്രസ്സ് ഇടുന്നത് നമ്മുടെ ശരീരം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവർ മോഡേൺ എന്ന പേരിൽ കാണിക്കുന്നത് ഇമാതിരിയുള്ള അഴിഞ്ഞാട്ടങ്ങളാണ്. അത് കൂടി വരുന്നത് എന്തുകൊണ്ടാണ്? അത്രയ്ക്ക് ലൈംഗിക ദാരിദ്ര്യമാണ് നമ്മുടെ നാട്ടിലെ ആണുങ്ങൾക്ക്. അതാണ് അവർ തെളിയിച്ചു തരുന്നത്. ഇവറ്റകളുടെയൊക്കെ സബിലൊന്ന് കയറി നോക്കണം, എന്തുമാത്രം ആൾക്കാരാണ് പൈസ അടച്ച് ഇവളുടെയൊക്കെ ഈ പേക്കൂത്തുകൾ കാണാൻ വേണ്ടിയിട്ട് ചെല്ലുന്നത്. നമ്മുടെയൊക്കെ വീട്ടിലെ ആണുങ്ങളുടെ ഫോണൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാം എന്തുമാത്രം ലൈംഗിക ദാരിദ്ര്യം ഇവറ്റകൾ ഉള്ളത് കൊണ്ടാണ് ഇമാതിരി അഴിഞ്ഞാട്ടക്കാരികളുടെ വീഡിയോസ് പൈസ അടച്ച് കാണുന്നത് എന്ന്. അങ്ങനെ കാണാൻ നമ്മുടെ നാട്ടിലെ ആണുങ്ങൾ റെഡി ആയതുകൊണ്ടാണ് ഇവറ്റകൾ ഇങ്ങനെ തഴച്ച് വളരുന്നത്. ഇവറ്റകളുടെ ഓരോ വളർച്ച കാണുമ്പോൾ ചെറിയ പെൺകുട്ടികൾ പോലും ഈ വഴി തിരഞ്ഞെടുക്കും. അങ്ങനെ വളരെ മോശപ്പെട്ട രീതിയിലേക്ക് പോയിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ. അപ്പോൾ സോഷ്യൽ മീഡിയ കൊണ്ട് പണം സമ്പാദിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് എന്താണ് വരാനിരിക്കുന്നത്? അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലിലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.